നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളിലെ ഭക്തി അത് സത്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ സമർപ്പിക്കാൻ ഒരു കാണിക്കയുമില്ലെങ്കിലും, ഒരു നുള്ളു ജലമോ ഒരു നുള്ളു പൂവോ പോലും ഭഗവാന് സമർപ്പിക്കാനില്ലെങ്കിലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. കരുണാമയനാണ് ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത്. എന്നാൽ തെറ്റ് ചെയ്താലോ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. ശിക്ഷ വലുതായിരിക്കും എന്നുള്ളതാണ്. നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തു രക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഈ പ്രപഞ്ചനാഥനാണ്, നമ്മുടെ എല്ലാവരുടെയും അച്ഛനാണ്, ശിവനച്ഛനാണ് സാക്ഷാൽ മഹാദേവൻ, പരമേശ്വരൻ എന്ന് പറയുന്നത്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശിവഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭഗവാൻ കാത്തു രക്ഷിച്ചു, നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട അവസ്ഥയിൽ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണേ. അത്തരത്തിൽ അനുഭവം കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. ശിവചൈതന്യം തൊട്ടറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ മറ്റൊന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അനുഭവം ഉള്ളവരൊന്ന് പറയണേ. കേൾക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമായിട്ട് കരുതുന്നു. പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ അമ്പലത്തിൽ പോകുന്നവരാണ്, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്നവരാണ്. ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില ചിട്ടകൾ തെറ്റിക്കാൻ പാടില്ല, ചില തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ശിവകോപത്തിന് നമ്മൾ ഇരയാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിൽ പോകുമ്പം ചെയ്യാറുണ്ട്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ ആചാരങ്ങളൊക്കെ മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വ്യത്യാസമായിട്ട് നമുക്ക് കാണാറുണ്ട്. പ്രദക്ഷിണം വെക്കുന്ന മുതൽ പൂജാരീതി വരെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസം കാണാറുണ്ട്. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റണം. വലിയ തെറ്റാണ്. ഒരുപാട് അമ്മമാർ ഈ തെറ്റ് ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അമ്മമാരെന്ന് പ്രത്യേകിച്ച് പറയാൻ കാര്യം, അമ്മമാർക്കാണ് എപ്പോഴും ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, വ്യാകുലതകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അമ്മമാരിത് പ്രത്യേകം കേൾക്കുക, ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാളെ നശിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അവനെ അനുഭവിക്കണം. ശത്രു ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, നമ്മളോട് ഇനി എന്ത് ക്രൂരത ചെയ്തവനും ആയിക്കൊള്ളട്ടെ, അവർ നശിക്കണമെന്നോ അല്ലെ അവർക്ക് ഭഗവാൻ അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നോ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലരും വിഷമം സഹിക്കാതെ വന്ന നടയിലൊക്കെ നിന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാനെ അവന് അനുഭവിക്കണേ, അവന് കാണിച്ചു കൊടുക്കണേ, എന്നോട് ചെയ്ത തെറ്റിന് അവന് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് മഹാപരാധമാണ്. ഒരിക്കലും ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു അമ്പലത്തിലും പറയരുത്, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പോയി നിന്ന് അങ്ങനെ പറയരുത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ദോഷം നമുക്ക് തിരിച്ചടിക്കുന്നതായിരിക്കും. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ കൊടുത്തോളും. ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പറയരുത്. പുറത്ത് പറയുക എന്ന് പറയുമ്പം നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും, ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണ് നേരുന്നതെന്നുണ്ടെങ്കിൽ ഭാര്യയോട്, മക്കളോട്, കുടുംബാംഗങ്ങളോട്, അമ്മയോട്, അച്ഛനോട്, ആരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങളും ഭഗവാനും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം,
അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചൊരു കാര്യം മനസ്സിൽ നേരുകയാണ്, ഭഗവാനെ എനിക്കിത് നടത്തിത്തരണേ, ഞാൻ അവിടുന്ന് അപേക്ഷിക്കുകയാണ്, എൻ്റെ കൂടെ എന്നെ സഹായിക്കണേ, ഞാൻ പകരം വഴിപാട് ചെയ്തു കൊള്ളാം, അങ്ങയോട് പ്രാർത്ഥിച്ചുകൊള്ളാം, അല്ലെ നേർച്ച നടത്തിക്കൊള്ളാം എന്ന് മനസ്സിൽ എന്തെങ്കിലും നേരുകയാണ് എന്നുണ്ടെങ്കിൽ ആ നേർന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയരുത്. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അതിന് ലഭിക്കുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ക്ഷേത്രത്തിൽ പോവും, ശിവക്ഷേത്രത്തിൽ പോവും, ഭഗവാനെ ആദ്യമേ നട തുറന്ന് കാണുമ്പോൾ തന്നെ എല്ലാ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടും അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ഭാണ്ഡക്കെട്ടും എടുത്ത് തുറന്ന് ഭഗവാന്റെ മുന്നിലേക്ക് വെക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ എപ്പം ചെന്നാലും ആദ്യം നന്ദിയെ വണങ്ങണം. നന്ദിയെ നോക്കി 3 തവണ ഓം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം. നന്ദിയെ വണങ്ങിയിട്ട് ഭഗവാനെ ദർശിക്കുക. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആദ്യം നന്ദിയെ വണങ്ങണം. നന്ദിയെ വണങ്ങി 3 തവണ ഓം നമഃശിവായ ചൊല്ലിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭഗവാനെ ദർശിച്ച് 108 തവണ ഓം നമഃശിവായ ജപിച്ച് ആ ജപവും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങളുടെ മറ്റ് പ്രാർത്ഥനകളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഒക്കെ ഭഗവാനോട് പറയാൻ, ഭഗവാനോട് നന്ദി പറയാൻ, എല്ലാം അതിന് ശേഷം വേണം ചെയ്യാനെന്ന് പറയുന്നത്. ഇത് ഒരു കാരണവശാലും തെറ്റിക്കരുത്. അടുത്തത് 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇത് ചെയ്യരുത്. എന്താണ് ഈ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന? ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിത് നടത്തിത്തരണം, ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരും, ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് കാണാൻ സാധിക്കും. അത് അമ്പലത്തിൽ പോകണമെന്ന് തന്നെയില്ല, വീട്ടിലിരുന്നായാലും ഭഗവാന്റെ പേര് ചൊല്ലി പറഞ്ഞുകൊണ്ട് ഈശ്വരനുണ്ടെങ്കിൽ എനിക്കിത് നടത്തിത്തരും. ആ രീതിയിൽ പറയുന്നത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. ഒരിക്കലും അങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയോ നേർച്ചയോ അല്ലെങ്കിൽ കാര്യങ്ങളോ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഭഗവാനുണ്ട്, ഭഗവാൻ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കത് നടക്കും, എനിക്കത് നടന്നേനെ അങ്ങനെ പറയാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാതെ ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. എന്താണ് ശരീരശുദ്ധി? കുളിച്ച് വൃത്തിയായി മറ്റ് അശുദ്ധികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ശരീരശുദ്ധി. മനഃശുദ്ധി എന്ന് പറയുന്നത് എന്താ? മനഃശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൽ വെറുപ്പ്, ദ്വേഷം, അനാവശ്യ ചിന്തകൾ ഇതൊന്നും വെച്ച് പുലർത്തിക്കൊണ്ട് ശിവക്ഷേത്രത്തിലേക്ക് പോകരുത്. പോകുന്ന സമയത്ത് ആ പടി കിടക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിച്ച് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ദർശനം നടത്തുക എന്നുള്ളതാണ്. അനാവശ്യ ചിന്തകൾ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെച്ച് വരുന്നത് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും സംശയത്തോടുകൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാണ്. എന്താണ് സംശയത്തോടുകൂടി? നടക്കുമോ ഇല്ലയോ, ഭഗവാൻ എനിക്കത് നടത്തി തരുമോ, അത് നടന്നില്ലെങ്കിൽ എന്താകും, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഭഗവാനിൽ ഒരു കാര്യം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മനസ്സ് പൂർണ്ണമായും പോസിറ്റീവായിട്ട് വെച്ചിട്ട് പോവുക. നടന്നിരിക്കും. അങ്ങനെ ആരൊക്കെ പോയിട്ടുണ്ടോ അവരെ ഒന്നും ഭഗവാൻ കൈവിട്ടിട്ടില്ല, രക്ഷിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പറയുകയോ ഭഗവാനോട് പ്രാർത്ഥിക്കുകയോ ചെയ്തു, അത് നടന്നില്ല എന്നിരിക്കട്ടെ, ഒരിക്കലും ഭഗവാനെ പഴിക്കരുത്. പഴിക്കുന്ന രീതിയിൽ എന്നാലും എൻ്റെ ഭഗവാനെ എനിക്ക് ഈ ഗതി വരുത്തിയല്ലോ, ഞാൻ എത്ര പറഞ്ഞത് എന്നിട്ട് ഭഗവാൻ എനിക്കത് നടത്തി തന്നില്ലല്ലോ, ഭഗവാൻ ഇതൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞിട്ടും എനിക്ക് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭഗവാനെ പഴിച്ചുകൊണ്ടുള്ള വർത്തമാനം പറയരുത്. എപ്പോഴും പറയുന്നത് ഗോഡ് ഹാസ് ബെറ്റർ പ്ലാൻ എന്നാണ്. അപ്പം ഭഗവാൻ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല ഒരു കാര്യം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ പല അപകടങ്ങളും സംഭവിച്ചേനെ, അല്ലെങ്കിൽ ജീവിതം തന്നെ വേറെ രീതിയിലായി പോയേനെ, പല കാര്യങ്ങളും അശുഭമായേനെ എന്ന് ഭഗവാന് നമ്മളെക്കാളും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ എനിക്ക് ഗതി വരുത്തിയല്ലോ എന്നുള്ള രീതിയിൽ ഭഗവാനെ പഴിക്കുന്ന രീതിയിലും പറയാൻ പാടില്ല. ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരെല്ലാവരും, പ്രത്യേകിച്ച് അമ്മമാർ, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.